ഞങ്ങൾ ഷിപ്പിൽ പോകാൻ പോവാണ് ഗൈസ്. ഈ ഒരു ട്രിപ്പിന് പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് നമുക്കുണ്ടായിരുന്ന ഗൈഡ് വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു ഗൈഡായിരുന്നു നമുക്കുണ്ടായിരുന്നത്. സോ ആൾ പറയുന്നതെല്ലാം കേട്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു ഈ ഒരു സ്ഥലത്ത് പോകാൻ. വിയറ്റ്നാമിലെ ആൾക്കാരുടെ ഒരു പ്രധാന ജോലികളിൽ ഒന്ന് കൂടിയിട്ടാണ് ഈ ഒരു പേൾ കളക്ഷൻ, അല്ലെങ്കിൽ പേൾ വെച്ചിട്ടുള്ള ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുക, പിന്നെ സിൽക്ക് കൊണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളത്, സിൽക്ക് ബോമെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് സ്പോട്ട് വി വെന്റ്. ഇതിന് ശേഷമാണ് നമ്മൾ ഹാലോങ് ബേയിലേക്ക്, എക്സാക്ട് ഹാലോങ് ബേ ഒരു ഷിപ്പ് യാത്രയ്ക്ക് നമ്മൾ പോകുന്നത്. നമുക്ക് ഭയങ്കര രാജകീയ വെൽക്കമൊക്കെ ആയിരുന്നു. ഇരിക്കുന്നത് കണ്ടാൽ തോന്നും അത് ഡ്രിങ്ക്സ് ആണെന്ന്. ബട്ട് ഇറ്റ് വാസ് നോട്ട് ദറ്റ് എക്സാക്ട് ഡ്രിങ്ക്സ് നമ്മൾ വിചാരിക്കുന്നത്. ആൻഡ് നമ്മൾ ഇവിടെ പോണേക്ക് മുന്നേ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വെജാണോ നോൺ ആണോ എന്നെല്ലാം പറയണം. ബിക്കോസ് അതിനനുസരിച്ചാണ് ടേബിൾ സെറ്റ് ചെയ്യുന്നത്. വി ഹാഡ് ലോഡ് ഓഫ് തിങ്സ് ടു ഈറ്റ്. ഒരുപാട് വെറൈറ്റി കാര്യങ്ങളുണ്ടായിരുന്നു കഴിക്കാനെല്ലാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി രാകേഷിനും ശ്രീക്ക് അതൊന്നും കാര്യമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവർ കുറച്ച് പിക്കിയാണ്. ഞാനും ബാലിയും നല്ല അടിപൊളിയായിട്ട് ഫുഡെല്ലാം കഴിച്ച് ഹാപ്പി ആയിരുന്നു, പുതിയതെല്ലാം എക്സ്പ്ലോറെല്ലാം ചെയ്തിട്ട്. ആൻഡ് ഈ കാണുന്ന മലകളെല്ലാം ഒരു ഡ്രാഗൻ്റെ ഷേപ്പിലാണ്. ഇത്രയും ഡ്രാഗൺ വന്ന് ഇറങ്ങിയ സ്ഥലമാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മലകളെല്ലാം, ഈ കാണുന്ന മലകളെല്ലാം ഒരു ഡ്രാഗൻ്റെ ഷേപ്പിലാണെന്നാണ് അവർ പറയുന്നത്. ആൻഡ് യെസ്, നമുക്കങ്ങനെ ദൂരത്തു നിന്ന് കാണുമ്പോഴത്തേക്കും അങ്ങനെ തന്നെയാണ് തോന്നുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാലോങ് ബേയിലെ ബിഗ്ഗസ്റ്റ് കേവിലൊക്കെ കയറിയ 3 ചേംബറാണ്. ഇതൊക്കെ ചേംബറാണ്. ഇത് ശരിക്കും നല്ല വലുതാണ്. ഒരു ഭാഗം മാത്രമേ ഞാൻ എടുത്തുള്ളൂ. നമുക്ക് ഫ്രണ്ടിൽ തന്നെ കിട്ടിക്കാം. ചെറിയ ബോട്ട് റൈഡിന് ശേഷം നമ്മൾ പോയത് ഒരു ബീച്ചിലേക്കായിരുന്നു. ബീച്ചിൽ ഭയങ്കര തണുപ്പായിരുന്നു. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ബീച്ച് ഉണ്ടാവും, അവിടെ ഇത്രയും തണുപ്പുണ്ടാവും, അങ്ങനെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. ആൻഡ് വൈകിട്ടായപ്പോഴത്തേക്കും ചെറിയൊരു ടീ പാർട്ടി, കുറച്ച് ഫൺ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ദിവസം നല്ലോണം തന്നെ വി എൻജോയ്ഡ്.